നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണം. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. 21ാം നൂറ്റാണ്ടിലെ ജീവിതം, പിന്നെ മുസ്ലിങ്ങൾ സ്വയം വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചില ശ്രദ്ധേയമായ ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. ഈ ചിന്തകളൊക്കെ വരാൻ കാരണം പാകിസ്ഥാനിലെ ക്വറ്റയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ, അതിന്റെ വാർത്ത കണ്ടപ്പോഴാണ്. അത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്താ കൊടുങ്കാറ്റുണ്ടാക്കിയെന്ന് പറയാം. ആധുനിക കാലത്ത് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിലൂടെ പ്രധാനമായും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് നേടാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ, എന്താണ് നേടാൻ പറ്റാത്തത്, പിന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്നത്തെ ടെക്നോളജിക്ക് വല്ല പങ്കുമുണ്ടോ? മൗലാനയുടെ വാക്കുകൾ വെച്ച് നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലേ. അപ്പൊ ഈ ക്വറ്റ സ്ഫോടനത്തിന് ശേഷം അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, കഴിഞ്ഞ ഏകദേശം 200 വർഷമായി ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം, ഇസ്ലാമിക നിയമം വരണം, പിന്നെ അവിശ്വാസികളെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെ ജിഹാദ് എന്ന പേരിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതിനിടയിൽ ഈ ഷിയ സുന്നി പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ കാലം ശ്രമിച്ചിട്ടും ഈ ലക്ഷ്യങ്ങളൊന്നും ഒരിടത്തും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചൊരു കാര്യം. അതെ, അവിടെയാണ് അദ്ദേഹം ഒരു പ്രധാന ചോദ്യം ഉന്നയിക്കുന്നത്. ദൈവം മനുഷ്യർക്ക് അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് ഒരിക്കലും നേടാൻ പറ്റാത്തൊരു ലക്ഷ്യമാണോ കൊടുത്തത്? അൺഅച്ചീവബിളായിട്ടുള്ള ഒന്ന്. അത് ശരിയാവില്ലല്ലോ. ഒരു വിത്ത് നട്ടാൽ അത് വളർന്നു മരമാവും. അപ്പോൾ ദൈവം തരുന്ന ലക്ഷ്യവും നേടാൻ പറ്റുന്നതാവണ്ടേ? അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ ലക്ഷ്യം? ചിലപ്പോ ഈ ലക്ഷ്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ? ശരിയാണ്. അദ്ദേഹം ഖുർആൻ കൂടുതൽ പഠിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം, മുസ്ലിങ്ങളുടെ യഥാർത്ഥ ദൗത്യം എന്നത് ദാവത്ത് ഇലല്ലാ ആണെന്നാണ്. അതായത് ദൈവത്തിന്റെ സന്ദേശം, ഖുർആനിന്റെ ആശയങ്ങൾ, അത് ലോകത്തുള്ള എല്ലാവരിലേക്കും എത്തിക്കുക, സമാധാനപരമായിട്ട്. പണ്ടൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. യാത്ര ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, പ്രിന്റിംഗ് ഇല്ല, ഇന്നത്തെ പോലത്തെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരുപാട് തടസ്സങ്ങൾ. കൃത്യം. അവിടെയാണ് 21ാം നൂറ്റാണ്ടിലെ ഈ മാറ്റങ്ങൾ വരുന്നത്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇതൊക്കെ ശരിക്കും ഈ ദഅ്വത്ത് എന്ന ദൗത്യം എളുപ്പമാക്കാൻ ദൈവം തന്നെ തന്ന ടൂൾസ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഒരു പ്രവാചക വചനമുണ്ട്, ഹദീസ്, അള്ളാഹുവിന്റെ വചനം എല്ലാ വീടുകളിലും എത്തും എന്ന്. ഇതിനെ അദ്ദേഹം കാണുന്നത് എല്ലാവരുടെയും മനസ്സുമാറ്റുക എന്ന അസാധ്യമായ കാര്യമല്ല, മറിച്ച് ആ സന്ദേശം ഫിസിക്കലി എല്ലാ വീടുകളിലും എത്തുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ എളുപ്പമാണല്ലോ. ആളുകൾ സ്വന്തം കാശു മുടക്കി ഇന്റർനെറ്റും ഫോണുമൊക്കെ വീട്ടിലെത്തിക്കുന്നു. അപ്പോൾ സന്ദേശം എത്തിക്കാൻ എളുപ്പമായി. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു വൈരുദ്ധ്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ അക്രമത്തിലൂടെ അധികാരം നേടാനുള്ള ശ്രമങ്ങൾ, അതൊക്കെ നേടാനാവാത്ത ലക്ഷ്യങ്ങളാണ്. അതവസാനം നെഗറ്റിവിറ്റി, ദേഷ്യം, വെറുപ്പ്, അക്രമം, നിരാശ, ഇതിലേക്കൊക്കെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അദ്ദേഹം അതിനെ ഓപ്പർച്യൂണിറ്റി ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. അതായത് ശരിക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ കാണാതെ പോകുന്നൊരവസ്ഥ. പല മുസ്ലിം രാജ്യങ്ങളുടെയും പ്രശ്നങ്ങളും, പിന്നെ കൊലപാതകം ഖുർആനിൽ എത്രത്തോളം വിലക്കിയിട്ടുണ്ട് എന്നതും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, നേരെ മറിച്ച് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സമാധാനപരമായി സന്ദേശം എത്തിക്കുക എന്നത് നേടാനാകുന്നൊരു ലക്ഷ്യമാണ്. അത് പോസിറ്റിവിറ്റി വളർത്തും, സമാധാനമുണ്ടാക്കും, പിന്നെ കൽബ് സലീം എന്ന് പറയും. അതായത് ഒരു പരിശുദ്ധമായ ഹൃദയം, വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാത്തൊരവസ്ഥ. സ്വർഗത്തിൽ പോകാൻ ഈ കൽബ് സലീം ആവശ്യമാണെന്നും ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോ ഈ ആധുനിക കാലഘട്ടം യഥാർത്ഥത്തിൽ ഈ നല്ല കാര്യത്തിന് ഏറ്റവും പറ്റിയ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉപമയുണ്ട്, നല്ല രസമാണ്. ഫ്രിഡ്ജിൽ നല്ല ഭക്ഷണം ഇരിക്കുമ്പോൾ വെറുതെ മരക്കഷ്ണമെടുത്ത് ചവയ്ക്കുന്ന പോലെയല്ലേ സമാധാനത്തിന്റെ വഴി മുന്നിലുള്ളപ്പോ അക്രമത്തിന് പോകുന്നതെന്ന്? ശരിയാണ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ് ഈ നേടാനാകാത്ത ലക്ഷ്യങ്ങൾക്ക് പുറകെ ഓടുന്നത്. പിശാച് ഈ ദൗർബല്യത്തെ മുതലെടുക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ചരിത്രത്തിൽ നോക്കിയാൽ പല തത്വചിന്തകളും, അലക്സാണ്ടറെ പോലുള്ളവരും ഹിറ്റ്ലറുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്.
ഇന്നത്തെ കാലത്ത് പോലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ബിസിനസ്സിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം റിയലിസ്റ്റിക് അല്ലാത്ത ലക്ഷ്യങ്ങളാണ്. അപ്പോൾ എന്താണ് നേടാൻ പറ്റുന്നത്, എന്താണ് പറ്റാത്തത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് ശരിക്കുള്ള വിവേകം, വിസ്ഡം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന പ്രധാന ആശയം ഇതാണ്: 21-ാം നൂറ്റാണ്ടിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതും നേടാൻ സാധിക്കുന്നതുമായ ദൗത്യം ഖുർആനിന്റെ സന്ദേശം സമാധാനപരമായി പ്രചരിപ്പിക്കാൻ ഈ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നതാണ്. ഇത് പോസിറ്റീവായ സമാധാനം നൽകുന്നൊരു വഴിയാണ്. ഇതിൽ നിന്നും മാറി രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി ബലപ്രയോഗം നടത്തുന്നത് അത് നേടാനാവാത്തതും അവസാനം നാശത്തിലേക്ക് നയിക്കുന്നതുമാണെന്നാണ് മൗലാന വഹീദുദ്ദീൻ ഖാന്റെ വാദം. അതെ, ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നുകൂടി ചിന്തിക്കാനൊരു കാര്യം ഞാൻ പറയാം. ഈ ടെക്നോളജി സന്ദേശമെത്തിക്കുന്നത് എളുപ്പമാക്കിയെന്ന് മാത്രമല്ലല്ലോ, ഒരുപക്ഷെ ആ ദൗത്യത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിയിട്ടുണ്ടോ? ലോകത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലേക്കും ആരുടെയും നിർബന്ധമില്ലാതെ ആളുകൾ സ്വയം കാശുകൊടുത്തു വാങ്ങുന്ന ഡിവൈസുകളിലൂടെ ഒരു വിശ്വാസത്തിന്റെ കാതലെത്തുമ്പോൾ ആ വിശ്വാസ വ്യവസ്ഥയ്ക്ക്, അതിന്റെ ദൗത്യത്തിന് അത് നൽകുന്ന പുതിയൊരർത്ഥം എന്തായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.